പ്രതിയെ തേടി ഇങ്ങനെ വ്യാപകമായ രീതിയിലാണ് പോലീസിന്റെ പരിശോധന നടക്കുന്നത്. കൊലപാതകം നടന്ന് 1.5 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ചില സൂചനകൾ മാത്രമാണ് ഈ ചെന്താമര എന്ന പ്രതിയെക്കുറിച്ച് ലഭിച്ചിരിക്കുന്നത്. ഇതിലൊക്കെയും വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. പ്രധാനമായും ഉയരുന്ന വിമർശനം പോലീസിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു സൈക്കോപാത്തിനെ പോലെയാണ് ചെന്താമര പെരുമാറിയിരുന്നതെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. നാട്ടിൽ ആരെങ്കിലും നല്ല വസ്ത്രം ധരിച്ചാൽ, അതല്ലെങ്കിൽ സന്തോഷത്തോടെ ഏതെങ്കിലും കുടുംബം കഴിയുന്നുണ്ടെങ്കിലെല്ലാം ചെന്താമര അസൂയപ്പെട്ടിരുന്നു. കൂടാതെ പ്രദേശ ജനങ്ങളോട് ജയിലിൽ നിന്നിറങ്ങിയ ശേഷവും താൻ പ്രതികാരം ചെയ്യുമെന്ന് നിരന്തരം പറഞ്ഞു. നാടിനെ ഒന്നാകെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ കണ്ടെത്താനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പ്രദേശത്തെ മലകളിലും ജലാശയങ്ങളിലും പൂട്ടിക്കിടന്ന വീടുകളിലുമെല്ലാം പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. 100ഓളം പോലീസുകാരാണ് ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്നത്. 60ഓളം നാട്ടുകാരും വ്യാപകമായി ചെന്താമരയെ തിരയുന്നുണ്ട്. പോലീസിന്റെ അടുത്ത് കിട്ടണ നമ്മുടെ അടുത്ത് കിട്ടിയാൽ മതി. അത്രയും ഇതായ ക്രൂരത പണിയൊക്കെ ചെയ്ത് ഇയാളെ ഒന്നും ചെയ്യില്ല. ജാമ്യം ഇറങ്ങിയ ആളൊന്നും നമ്മളും കുടുംബം കൂട്ടിയൊക്കെ കയറ്റിയിരിക്കുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു സാറേ. പേടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി ഈ 3 മാസമായിട്ട് വന്ന് പോലീസുകാർക്ക് കംപ്ലൈൻറ്റും കൊടുത്തു. നെന്മാറ പോലീസിന് ഭയങ്കര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നാളെ കെഡാവർ ഡോഗിനെ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. ആംഗിൾ കൂടി കൺസിഡർ ചെയ്തിട്ട് എല്ലാം സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ സ്ഥലങ്ങൾ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് നോക്കി, പക്ഷേ അതിൽ ഒന്നും കിട്ടിയിട്ടില്ല. കഡാവർ ഡോഗ് കൂടി ഞങ്ങൾ നാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ചിലപ്പോൾ കഡാവർ ഡോഗ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ വീണ്ടും നമുക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം. രാത്രി സമയത്ത് അവിടെ ഈ പോലീസ് പ്രസൻസ് കൃത്യമായിട്ടുണ്ടാവും. കാരണം നാട്ടുകാർക്ക് ഒരു ചെറിയ സംശയമാണ്, ചെറിയ പേടിയാണ്. സോ അത് ഒരു സ്കീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോലീസ് പാർട്ടി കംപ്ലീറ്റ്ലി ആ സ്ഥലത്തിൽ നിയോഗിക്കാൻ പോകുന്നുണ്ട്. ഈ കാര്യമാണ് 2-3 ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പാലക്കാടിൽ കണ്ടു, മറ്റ് സ്ഥലത്തിൽ കണ്ടു. പക്ഷേ അത് നമുക്ക് എല്ലാം പരിശോധിച്ചിട്ട് നോക്കി എവിടേക്കും കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് അൺവെരിഫൈഡ് ഇൻഫർമേഷൻ ആയിരുന്നു. മറ്റ് ഇയാളുടെ CDR വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ലീഡാണ് കിട്ടിയത്. ആ CDR വെരിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ടീം ഓൾറെഡി പുറത്ത് വീണ്ടും ഇന്നലെ ഓൾറെഡി തൃപ്പൂർ പോയിട്ട് വെരിഫൈ ചെയ്തു. പക്ഷേ ആ സ്ഥലത്തേക്ക് ഇയാൾ വന്നിട്ടില്ല. പല സ്ഥലത്തേക്ക് ടീം ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ സ്ഥലം ഇപ്പോൾ പേര് പറയുന്നില്ല, കാരണം ഇഫ് ഹി ഈസ് ദെയർ ഹി വിൽ റൺ അവേ. സോ നമ്മുടെ ടീം ഓൾറെഡി പോകുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ ഇൻട്രോഗേഷനിൻ്റെ കാര്യം ഇയാളുടെ ബ്രദർക്ക് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ഇഫ് സം ഇൻഫർമേഷൻ ക്യാൻ ബി കമ്മിങ് ഫ്രം ദാറ്റ്. സോ അത്ര കാര്യം ഞങ്ങൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കേസിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഓൾറെഡി ചെയ്തിട്ട് വരികയാണ്. 2 ഫോണല്ല, ഇപ്പോൾ ഒരു ഫോണിൽ കുറേ സിം കാർഡാണ് ഉപയോഗിച്ചത്. പിന്നെ ഇയാളുടെ സിം ഉപയോഗിച്ചിട്ട് മറ്റു ഫോണുകളിൽ വെച്ചിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് IMR വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. സോ ആ എല്ലാം ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പരിശോധന ചെയ്യുന്നുണ്ട്. ഈ പ്രതിയുടെ ബെയിൽ ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ കുറെ പ്രാവശ്യം അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ബെയിൽ ആപ്ലിക്കേഷൻ നേരത്തെ ഇയാൾക്ക് ബെയിൽ കിട്ടിയിരുന്നു. ആ ബെയിൽ സമയത്ത് നമ്മുടെ ഭാഗത്ത് നെന്മാറ പോലീസ് അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയിൽ ഒബ്ജെക്ഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അയാൾക്ക് 22 ആ സമയത്ത് ബെയിൽ കിട്ടി. പിന്നെ ഇയാൾ ഒരു ബെയിൽ കണ്ടീഷൻ റിലാക്സേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ആ ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്യേണ്ട അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ അപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ കോടതി അയാൾക്ക് അവകാശം കൊടുത്തു. റിലാക്സ് ചെയ്തിട്ട് ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്തിട്ട് കൊടുത്തു. ആദ്യമായിരുന്നു ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അത് റിലാക്സ് ചെയ്തിട്ട് നെന്മാറ പഞ്ചായത്ത് ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുവരെ ലിമിറ്റ് ചെയ്തു. പക്ഷേ ഇതിൽ പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് അപ്പോസ് ചെയ്തിരുന്നു. കോടതിയാണ് അയാൾക്ക് ഈ അവകാശം കൊടുത്തത്.
അത് പോലീസ് വീട്ടിൽ ചെല്ലുന്ന ആ സമയത്ത് പ്രതി അവിടെ അത് ഞങ്ങൾ അതിൻ്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങൾ അന്വേഷിക്കാൻ. അതേസമയം പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും CPM പ്രാദേശിക നേതാക്കൾ പ്രതിക്ക് പ്രദേശത്ത് കടക്കാൻ ഒത്താശ ചെയ്തതായും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ആരോപിച്ചു. ഇവിടുത്തെ പാർട്ടിയുടെ CPMന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അവരാണ് ഈ പ്രതിക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പാർട്ടി, ആ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നടപടി ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്. അതിനിടെ നെന്മാറ SHOക്ക് വീഴ്ച പറ്റിയതായി SP ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രതി നെന്മാറ വന്ന് താമസിച്ചിട്ടും ഇക്കാര്യം കോടതിയെ അറിയിക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല. ജാമ്യ ഉത്തരവിലെ ഉപാധികൾ SHO ഗൗനിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. പോത്തുണ്ടിയിലെ ഇനിയും നിരവധി ആളുകളോട് ചെന്താമരയ്ക്ക് അടങ്ങാത്ത പകയുണ്ട്. 2 പെൺകുട്ടികളെ അനാഥരാക്കിയ ഈ കൊടും ക്രിമിനലിനെ എത്രയും വേഗം പോലീസ് പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.